കശ്മീരിലേക്കാണ് എല്ലാ കണ്ണുകളും 22-25 എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയും ഇന്ത്യയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. മറ്റു പാർട്ടികൾ അവിടെ 8 ലീഡ് ചെയ്യുന്നു. PDP ക്കാകട്ടെ കേവലം 3 സീറ്റുകളിൽ മാത്രമാണ് മുന്നേറ്റം നടത്താനാവുന്ന. 3 സീറ്റുകൾ പ്രധാനമായും കശ്മീരിൽ തന്നെയാണ്. കശ്മീർ വാലിയിലാണ് ഈ പോരാട്ടം. നോക്കൂ, ജമ്മു കശ്മീരിൽ ഇന്ത്യ മുന്നണി 28 തങ്ങളുടെ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 5 സീറ്റിന്റെ വ്യത്യാസം ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അത് മതിയായതല്ല. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കശ്മീരിൽ നടക്കുന്നത്. അവിടെ 9 സീറ്റുകളിൽ ലീഡുമായി മറ്റ് ചെറു പാർട്ടികളുടെ സാന്നിധ്യമാണ് ഇരു മുന്നണികൾക്കും തലവേദനയാകുന്നതെന്ന് കാണാം. അത് ആർക്ക് തലവേദനയാകുന്നു, ആർക്ക് ഗുണകരമാകുന്നു എന്ന് അല്പസമയം കൂടി കാത്തിരിക്കണം. കാരണം BJP 23 സീറ്റിലേക്ക് അവർ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 28 സീറ്റിൽ ഇന്ത്യ മുന്നണിയും ലീഡ് ചെയ്യുന്നു. ജമ്മു മേഖലയിൽ 43 സീറ്റുകളിൽ 18 BJP ആണ്. ഇന്ത്യ സഖ്യം 5 മറ്റു പാർട്ടികൾ 2 സീറ്റിലും. കശ്മീരിലേക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് 20 ലീഡ് ചെയ്യുന്നു, BJP 4, PDP 3, മറ്റ് പാർട്ടികൾ 6. അതായത് കശ്മീർ വാലിയിൽ BJPക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നു. 6 അവർ ലീഡ് നില തുടരുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തൂക്ക് സഭയിലേക്കാണോ കശ്മീർ പോകുന്നത് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം ഹരിയാനയിൽ ഇന്ത്യ സഖ്യം അവരുടെ തേരോട്ടം തുടരുകയാണ്. 47 സീറ്റിലേക്ക് അവർ അവരുടെ മാജിക് നമ്പറിൽ കടന്ന് ലീഡ് നില വർദ്ധിപ്പിച്ചിരിക്കുന്നു. BJPക്കാകട്ടെ അടിച്ചു കയറി വരാനാകുന്നില്ല. BJP 20 തുടരുകയാണ് കുറേ മിനിറ്റുകളായി. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു നില ആദ്യ മിനിറ്റുകളിലുണ്ട്. ജമ്മു കാശ്മീരിലേക്കാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം 28 സീറ്റ് ലീഡ് ചെയ്യുമ്പോൾ NDA തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. സമ്പൂർണ്ണമായ ഒരു വീഴ്ചയുടെ പതനത്തിന്റെ ദുർബലതയുടെ ചിത്രമല്ല BJP അവിടെ കാഴ്ചവെക്കുന്നത്. 23 സീറ്റിൽ BJP അവിടെ ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, താഴ്വരയിലും BJP പല സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു എന്നത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അവർക്ക് BJPയെ സംബന്ധിച്ച് തിരിച്ചുവരവിന്റെ സകല സാധ്യതകളും ഇപ്പോഴും അവരുടെ മുമ്പിലുണ്ട്. പൂർണ്ണമായ ഒരു വീഴ്ചയുടെ പതനത്തിന്റെ സൂചനയല്ല BJP കാഴ്ചവെക്കുന്നതെന്ന് മാത്രമല്ല, ജമ്മു റീജിയനിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും പൊതുവായ ഒരു രൂപമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്. താഴ്വരയിൽ ഇന്ത്യ സഖ്യവും മുന്നേറുന്നുണ്ട്. 28-23 എന്ന് പറയുമ്പോൾ നേരത്തെ ഒന്നിലധികം തവണ അവിടെ NDA സഖ്യം മുന്നിൽ വന്നത് കണ്ടതാണ്. 28-23 നോക്കൂ, മറ്റു കക്ഷികൾ 9 ലീഡ് ചെയ്യുന്നു. PDP 3 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. മറ്റു കക്ഷികൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് അതിലെ ഏറ്റവും നിർണായകമായ കാര്യം. കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു, കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും മറ്റു കക്ഷികൾ 9 ലീഡ് ചെയ്യുന്നു. PDP 3 ലീഡ് ചെയ്യുന്നു. 12 സീറ്റിൽ ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യമോ NDAയോ അല്ല എന്നാണ് കാണേണ്ട കാര്യം. കശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കാൻ കഴിയും വിധത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ മറ്റു കക്ഷികളോ പുറത്തുണ്ട് എന്നത് കാണുക. അതുകൊണ്ട് ജമ്മു കശ്മീരിൽ എന്തായിരിക്കും ഫലം, ആരായിരിക്കും നേട്ടമുണ്ടാക്കുക, ആരായിരിക്കും സർക്കാർ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത തെരഞ്ഞെടുപ്പ് ചിത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിൽ വ്യക്തതയ്ക്ക് വേണ്ടി ധനസുമോദിലേക്ക് പോകാം. സുമോദ് അവിടെ ഉണ്ടെങ്കിൽ ഈ ചെറു പാർട്ടികൾ, ഈ 9 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന ചെറു പാർട്ടികൾ ജമ്മു കശ്മീരിലെ ഫലപ്രഖ്യാപനത്തിൽ നിർണായകമാകും. ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ നിർണായകമാകും എന്നുറപ്പാണ്. ഈ പാർട്ടികൾ, ഈ ചെറു പാർട്ടികളെ പ്ലേസ് ചെയ്തത് BJP ആണ് എന്ന ആരോപണം ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ ആരോപിച്ചിരുന്നു. ഇവരാരൊക്കെയാണ്? ഇവരുടെ നിലപാടെന്താകും? ഇപ്പോൾ പ്രധാനമായും 3 പാർട്ടികളാണ് അവിടെ ഉള്ളത്. ഇതിലൊക്കെ തന്നെ ഒരു MP-യുടെ പാർട്ടി തന്നെയാണ് ഏറ്റവും മുന്നിൽ. BJPയുടെ വലിയ വോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം തന്നെയായിരുന്നു. എഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടി കൂടാതെ പീപ്പിൾസ് കോൺഫറൻസ് ഉണ്ട്. ഇവർക്ക് എഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ വോട്ട്. അത് ചില മേഖലകളിലാണെങ്കിൽ പോലും ഒരു കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെയും സഖ്യത്തിന്റെ ഒരു സാധ്യതയെ കുറക്കുന്നു എന്നുള്ള ഒരു പറഞ്ഞതുകൊണ്ടാണ് അവർ BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ഇതുകൂടാതെ സജാദ് ലോണി അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയും ചില സീറ്റുകളിൽ അവർക്ക് വലിയ തരത്തിലുള്ള സ്വാധീനമില്ല എങ്കിൽ പോലും അവർക്ക് സ്വാധീനമുള്ള ഒരു 3-4 സീറ്റുകളിൽ അവിടെ ഒരു നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും സീറ്റുകളുടെ എണ്ണം കുറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നത്. ഇതുകൂടാതെ അപ്നി പാർട്ടി, ഈ പാർട്ടിയും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെക്കൻ കാശ്മീർ ഉൾപ്പെടെയുള്ള തെക്കൻ കാശ്മീരിലും വടക്കൻ കാശ്മീരിലുമാണ് ഈ പാർട്ടികൾക്ക് വലിയ തരത്തിലുള്ള സ്വാധീനമുള്ളത്. അതായത് ഈ ശ്രീനഗർ എന്ന് പറയുന്ന ഈ മേഖലയിൽ, ഈ താഴ്വരയിലാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും വിജയസാധ്യതയുള്ളത്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത, ഇവരുടെ ഈ ചെറു പാർട്ടികളുടെ പുതിയതായി ഉദയം കൊണ്ട ഈ പാർട്ടികൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ താഴ്വരയിലാണ്. അതേസമയം ജമ്മുവിൽ വലിയ വെല്ലുവിളി BJPക്കില്ല. BJP ഇതിനകം തന്നെ വലിയ തരത്തിലുള്ള ലീഡ്